സ്റ്റേജിൽ ഞാൻ ചെല്ലുന്നത് ആക്ച്വലി ആൾക്കാരെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ നമുക്കൊരു ഒരു അഡ്രിനൽ റഷ് എന്നൊക്കെ പറഞ്ഞ സാധനം വരും. സ്റ്റേജിൽ കയറി ആക്ച്വലി ഞാൻ വേറൊരു അതങ്ങനെ നമ്മളിങ്ങനെ ആക്ട് ചെയ്യണതില്ല, അതങ്ങനെ ആവും. ഞാനിങ്ങനെ ആലോചിക്കും ആൾക്കാരെ നമ്മൾ ചിരിക്കണം, അപ്പം ഞാൻ ചിരിക്കും. പിന്നെ കുറച്ച് ഞാൻ മറന്നു. അപ്പം എൻ്റെ മുഖം ആക്ച്വലി ഒരു ദേഷ്യം വരും എന്നാണ് എല്ലാവരും പറയാറ്. ബട്ട് സിനിമയാണ് എനിക്ക് ബ്രേക്ക് തന്നതും. സിനിമയിലൂടെ നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു റീച്ചൊക്കെ ഭയങ്കര വലുതാണ്. അതൊന്നും ഞാൻ വിസ്മരിക്കുന്നില്ല. അതൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ റീച്ചും അതിൽ നിന്ന് കിട്ടുന്ന ആൾക്കാർ റെക്കഗ്നേഷനൊക്കെ ഭയങ്കര വലുതാണ്. അതൊക്കെ നമുക്ക് ഇഷ്ടമാണ്. അതൊക്കെ സുഖമുള്ള കാര്യമൊക്കെ തന്നെയാണ്. പൂവേ പൂവേ കാന്തൽ പൂവേ ഉൻ പേർ കേട്ടാ വാസു. ഹലോ, ഇന്ന് സിനിമാ പ്രാന്തനിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് കൂടിയുള്ളത് ഫൈസൽ റാസിയാണ്. വെൽക്കം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. നല്ല വിശേഷമാണ്. ഇപ്പോൾ അമരനാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഒരു വിശേഷം എന്ന് തോന്നുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളത് എല്ലാവരും അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് അതിൽ പ്രൗഡ് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. എല്ലായിടത്തും എത്തുന്ന ഒരു സിനിമ ഇത്രയും 200 crore ആയി. 300 ആയോ? 300 ആയില്ലേ? ഇത് ഞാൻ പറയുന്നില്ലല്ലോ. 200 കോടിൻ്റെ അടുത്ത് വന്ന്. അപ്പോൾ അതിലൊരു ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് അഭിമാനിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈസൽ റാസിയുടെ വരികളാണ് എന്ന് പറയാം. എങ്ങനെയാണ് ശരിക്കും അമരനിലേക്കുള്ള ഒരു എൻട്രി? ആക്ച്വലി ഞാൻ ജീവ് പ്രകാശ് ആണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പാട്ടുകൾ പാടിയിട്ടുണ്ട്. 3 പാട്ട് പാടിയിട്ടുണ്ട്. തെലുങ്കിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഇതിനു മുമ്പ് തങ്കലാൽ അതിൻ്റെ ഹിന്ദി ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ ഇപ്പം അമരനിൽ പാടിയത് ആക്ച്വലി സാറിൻ്റെ ഒരു പ്രോഗ്രാമറുണ്ട്, അശ്വിൻ സത്യ. അദ്ദേഹം എൻ്റെ ഫ്രണ്ടാണ്. അപ്പം അദ്ദേഹം വഴിയാണ് ഞാനങ്ങനെ പാടുന്നതൊക്കെ. അദ്ദേഹമാണ് എൻ്റെ പാട്ട്. നമ്മൾ ഈ പാട്ട് വന്നപ്പോൾ ഞാൻ പാടി അയച്ചു കൊടുത്തു. ആക്ച്വലി ഇതിൻ്റെ ഹിന്ദിയാണ് ഞാൻ പാടായിരുന്നത്. ഹിന്ദി ഞാൻ തന്നെ ആക്ച്വലി പാടിയപ്പോൾ അപ്പോൾ തമിഴും പാടിയിട്ട് അവർക്ക് ടോൺ ഇഷ്ടമായി, എൻ്റെ സൗണ്ട് ഇഷ്ടമായി. അപ്പോൾ തമിഴ് ട്രൈ ചെയ്തു, അവർക്ക് അയച്ചു. അവർക്ക് പാട്ട് ഇഷ്ടമായി. ഡിക്ഷൻ പ്രശ്നം ഉണ്ടായിരുന്നു ഹിന്ദി, നമ്മൾ മലയാളികൾ പാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം. പിന്നെ അത് ക്ലിയർ ചെയ്തു. അതിനുവേണ്ടി വീണ്ടും ഒരു 3-4 പ്രാവശ്യം പാടി പാട്ട്. അല്ല നമുക്ക്, പക്ഷേ ടോൺ അവർക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്കത് പിന്നെ ഡിക്ഷൻ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. മ്യൂസിക്കൽ സൈഡ് അവർക്ക് ഓക്കെയാണ്, എൻ്റെ ടോൺ ഓക്കെയാണ്, അവർക്ക് ഇഷ്ടമായി ആ സാധനം. പിന്നെ ഡിക്ഷൻ നമുക്ക് റെഡി. അപ്പം ഡിക്ഷൻ കുറച്ച് വീണ്ടും ഒന്ന് പ്രാവശ്യം പാടി, പിന്നെ ഒന്നുകൂടി പാടി, അങ്ങനെ കറക്റ്റ് ചെയ്ത് 2-3 ആൾക്കാരൊക്കെ വെച്ചു നമ്മൾ. പിന്നെ അറ്റ് ലാസ്റ്റ് അത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ഭാഗ്യമാണ്. ഈ ജീവി പ്രകാശ് ആയിട്ടുള്ളൊരു കണക്ഷൻ എങ്ങനെയാണ്? 3 സോങ് എന്നൊക്കെ പറയുമ്പോൾ അല്ല, ജീവി പ്രകാശ് എനിക്ക് ആക്ച്വലി സാറിനെ ആദ്യമേ അറിയാം. ഞാൻ ഷിഗ ഓൾറെഡി പുള്ളിയുടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, എൻ്റെ വൈഫ്. അപ്പോൾ അങ്ങനെ പുള്ളിയായിട്ട് കണക്ഷൻ ഉണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട് ചെന്നൈയിൽ. അത് കുറേ കാലം മുമ്പാണ്, കോവിഡിന് മുമ്പൊക്കെ നമ്മൾ അറിയാം ആൾക്ക് തന്നെ. പിന്നെ ഈ ഒരു കണക്ഷൻ വന്നത് ഇദ്ദേഹം വഴിയാണ്, അശ്വിൻ വഴിയാണ് ഇപ്പോൾ നിലവിലുള്ള ഈ കണക്ഷൻ വന്നത്. ആക്ച്വലി അന്ന് നമ്മൾ കാണുമ്പോഴും ഷിഗയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ കണ്ടത്. അപ്പോഴും ഞാൻ ആക്ച്വലി ഒരു കമ്പോസർ പരിപാടിയാണ്. അപ്പോൾ ഞാനങ്ങനെ അവസരം ചോദിച്ചിട്ടോ പാടണമെന്ന് വിചാരിച്ചു ഷിഗയുടെ കൂടെ പോയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഈ ഒരു കണക്ഷൻ വന്നത് അശ്വിൻ വഴിയാണ് വന്നത്. അശ്വിൻ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ പാടും, മേഡം നീ ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പാടും. പിന്നെ അതങ്ങനെ ഓരോന്ന് പാടി ഭാഗ്യം ഇഷ്ടപ്പെടുന്നുണ്ട്, അതൊരു ഭാഗ്യം. എങ്ങനെയായിരുന്നു റെസ്പോൺസ് ഇപ്പോൾ പാടി കഴിയുമ്പോൾ? എന്തായിരുന്നു ആള് പറഞ്ഞത്? പുള്ളിക്ക് ഇഷ്ടമാണ്ട് എടുക്കില്ലല്ലോ. പിന്നെ അങ്ങനെ വലിയൊരു ചർച്ചയും ഫോൺ കോളൊന്നും വന്നിട്ടില്ല. മെസ്സേജ് അയച്ചു, നന്നായിട്ടുണ്ട്, നല്ലതാണ്. പിന്നെ ഞാനും അങ്ങനെ കൂടുതൽ അങ്ങനെ ഒരു കമ്പനി പരിപാടിയിലേക്ക് പോയിട്ടില്ല. നമ്മൾ പാടി അവർക്ക് ഇഷ്ടമായി, അതന്നെ വലിയ കാര്യം. ഇപ്പൊ റെസ്പോൺസിന്റെ എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഇന്ത്യക്കകത്തും പുറത്തും എല്ലാം ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള സംഭവം. അപ്പോൾ എല്ലായിടത്തും ഈ സൗണ്ട് എത്തിയിട്ടുണ്ട്, ഈ ശബ്ദം എത്തിയിട്ടുണ്ട് ഫൈസൽ റാസി എന്ന് പറയുന്ന ഒരു സിംഗറിന്. അങ്ങനെ നോക്കുമ്പോൾ റെസ്പോൺസ് എങ്ങനെയാണ് നോർമൽ ഓഡിയൻസിന്, നമുക്ക് ചുറ്റുമുള്ളവരിൽ നിന്നൊക്കെ വരുന്ന ഒരു റെസ്പോൺസ്? പക്ഷെ കമന്റ്സിൽ ഞാൻ നോക്കുമ്പോൾ ആ ഒരു സീനിനെ ഭയങ്കര കുറച്ചുകൂടെ ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാട്ടിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇതിന്റെ ഭാഗ്യം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു സിനിമയിൽ പാടാന്ന് പറഞ്ഞത് ഒരു ഭാഗ്യമാണ്. അതിനേക്കാളും നമ്മളൊരു സിനിമയിൽ പാടുന്നതിനേക്കാളും നമ്മുടെ പാട്ട് ഇത് ഏറ്റവും നന്നായിട്ട് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ആക്ച്വലി ഈ സിനിമയ്ക്ക് ഒരു സിംഗറെ സംബന്ധിച്ച് ഭയങ്കര ഭാഗ്യമാണ്. ഇത് ഈ സിനിമയിലെ ക്രൂഷ്യൽ മൊമെന്റ് ആണ്. സിനിമ കണ്ടവർക്കറിയാം, ഇതൊരു ക്ലൈമാക്സ് ആണ്. അതിൽ ഏറ്റവും പീക്ക് മെയിൻ മൊമെന്റിലാണ് എൻ്റെ പാട്ട് വരുന്നത്. അപ്പോൾ അത് ഭയങ്കര ഭാഗ്യമാണ്. അപ്പോൾ ആ പാട്ട് എല്ലാവർക്കും കണക്റ്റായ പാട്ടാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ കമൻസിലൊക്കെ ഭയങ്കരമായിട്ട് അഭിപ്രായങ്ങളുണ്ട്. ഈ പാട്ട് തിയേറ്ററിൽ ഇറങ്ങിയതിന് ശേഷം കുറേ ആൾക്കാർ ഈ പല പാട്ടുകളുടെ അടിയിലൊക്കെ
ഈ ക്ലൈമാക്സ് സോങ് എന്തുകൊണ്ട് റിലീസ് ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിച്ച് ഞാൻ കമൻറ്റുകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ആ പാട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, അങ്ങനെ ഒരു പാട്ടുണ്ട്, അത് ആൾക്കാർ കേൾക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാനാണ് ഇതൊരു മലയാളിയാണ് പാടിയെന്നുള്ളതൊക്കെ ഇപ്പോഴാണ് അറിഞ്ഞു വരുന്നത്. ഇപ്പോൾ കുറച്ച് ട്രോളുകളൊക്കെ വന്നു തുടങ്ങി. പിന്നെ ഞാനും അത് ഇപ്പോൾ കുറച്ച് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ നമ്മൾ തന്നെ കുറച്ച് പ്രൊമോട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോഴാണ് ഇത് നീയാണ് ഈ സ്ഥലം പാടിയത്. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇതിപ്പോൾ ഇറങ്ങിയിട്ട് എനിക്കൊരു 25 days കഴിഞ്ഞു. കുറേ ആൾക്കാരൊക്കെ ഈ സിനിമ മുമ്പേ കണ്ടു കഴിഞ്ഞു. എല്ലാവരും കണ്ടവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത് ഞാനാ പാടിയത് എൻ്റെ ഫ്രണ്ട്സിന് പോലും അറിയില്ല. അതിപ്പോഴാണ് ആക്ച്വലി അറിഞ്ഞു തുടങ്ങിയത്. ഞാനവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കും സത്യം പറഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ അധികം അറിയണ്ടായില്ല. ഞാനപ്പോൾ 2-3-4 ദിവസം മുമ്പ് വന്നത്. അപ്പോൾ ആക്ച്വലി ഇത്രയും 300 കോടി കളക്ട് ചെയ്യുന്നൊക്കെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇത്രയൊന്നും ഒരിക്കലും. ഇത് വലിയൊരു പടമാണ്, കമലഹാസൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം, ശിവകാർത്തികേയൻ, വലിയൊരു സിനിമയാണ്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ പോയപ്പോഴാണ് എൻ്റെ പാട്ട് ഉണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചത്. എനിക്ക് ഉറപ്പൊന്നും ഉണ്ടായിരുന്നു, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ തിയേറ്ററിൽ പോയപ്പോഴാണ് പാട്ടുണ്ട് ഇതൊന്നും മനസ്സിലായി. പിന്നെ അത് ആൾക്കാർ ഇഷ്ടപ്പെടും. എനിക്ക് ഫേവറേറ്റ് ആണ് ഈ പാട്ട്. ഞാൻ പാടിയതിൽ നല്ലൊരു പാട്ടാണ്. എൻ്റെ പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ് പാട്ട്. പിന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്നുള്ളത് നമുക്ക് അന്നറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞത് ഞാൻ ട്രിപ്പിന് പോയി. പിന്നെയാണ് നമുക്ക് ഇങ്ങനെ മെസ്സേജൊക്കെ തമിഴന്മാരൊക്കെ മെസ്സേജ് അയച്ചു തുടങ്ങിയത്. സാധനം കൊള്ളാം, കാരണം ഇത് നമ്മൾ പേരൊക്കെ തപ്പിയിട്ട് അപ്പോഴാണ് സാധനം വർക്കാവുന്നുണ്ടെന്നുള്ളത്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ആക്ച്വലി OTT, കാരണം ഇതൊരു പ്രൈം സംഭവം ആയതുകൊണ്ട് നമുക്കത് അധികം റിവീൽ ചെയ്തിട്ട് അതിൻ്റെ സീനൊന്നും എടുത്ത് പോസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ നെക്സ്റ്റ് വീക്ക് ഇറങ്ങും. അപ്പം എനിക്കാണ് കുറച്ചും കൂടി ആൾക്കാർ ഇത് കണ്ട് അപ്പം പിന്നെ നമുക്കത് റീലൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് സ്റ്റാറ്റസ് ഇടാം. കുറേ പേര് എന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഈ തിയേറ്ററിൽ നിന്നൊക്കെ എടുത്തിട്ട്. ഞാൻ പിന്നെ അത് റീമെൻഷൻ ചെയ്യില്ല, കാരണം അതൊരു പൈറസി ആയതുകൊണ്ട്. അപ്പൊ ഇനി ഇത് ഇറങ്ങിക്കഴിഞ്ഞിട്ടൊക്കെ വേണമെങ്കിൽ ഇടാം. ഈ തിയേറ്ററിൽ കണ്ടുപോരാൻ അത് ഓർത്ത് വെക്കുക ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തിയേറ്ററിൽ എല്ലാ സോങ്ങും ഓർത്ത് വെക്കണം എന്നില്ലല്ലോ. അത് സിനിമ കണ്ടു പോരുമ്പോൾ സിനിമ ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അത് കരയൊന്നൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ആ ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ടുപേരും. വാനേ വാനേ കാலை வானே உன்னை பார்த்தே கையை நீட்டும் பூவே பூவே காந்தல் பூவே உன் பேர் கேட்டால் வாசம் கூட்டும். നല്ല സൗണ്ടാണ്. എനിക്ക് ഞാൻ അത് കേൾക്കുമ്പോഴും പറയും നല്ല സൗണ്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സൗണ്ട്. അങ്ങനെ നമുക്ക് ഈ ഒരു ലൈഫിൻ്റെ ഇതിലേക്ക് വരാം. ഞാൻ ചിന്തിക്കുന്നത് നോക്കുമ്പോൾ അൺഎക്സ്പെക്ട് നമ്മൾ പ്രതീക്ഷ അങ്ങനെ പിന്നാലെ നടന്നിട്ടല്ല. നമുക്ക് പൂമരം വളരെ അപ്രതീക്ഷിതമായി ഭയങ്കര ലക്ക് പോലെ ലൈഫിൽ വന്നത്. അതാണ് എൻ്റെ ചോദ്യം. ഇപ്പൊ ജീവിയുടെ പാട്ടിൽ ഇങ്ങനെ ഒരു അമരനിൽ പാടാൻ പറ്റും, അങ്ങനെ തോന്നിയിട്ടുണ്ടോ ലൈഫിൽ ഫുള്ളി ഭയങ്കരമായിട്ട് ലക്ക് എന്നെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത്? ഉണ്ട്. ഞാൻ ആക്ച്വലി എനിക്കാണ് എല്ലാവർക്കും ഉണ്ടാവും അത്. ഞാൻ എഫേർട്ട് ഇടുന്നുണ്ട്, അതിൻ്റെ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ലക്ക് കിട്ടുന്നത്. പക്ഷെ ഞാൻ ജീവപ്രകാശിന്റെ സിനിമയിൽ പാടണം എന്ന് വിചാരിക്കുമോ അല്ലെങ്കിൽ ഒരു സിനിമയിൽ മ്യൂസിക് ഡയറക്ടർ ആവണം എന്ന് വിചാരിക്കുന്ന സമയത്തൊന്നും, അങ്ങനെ വിചാരിച്ച സമയത്തൊന്നും അല്ല എനിക്കിത് കിട്ടിയിരിക്കുന്നത്. ഞാൻ എഫേർട്ട് ഇടുന്നുണ്ട്, ഞാനിതിന് വേണ്ടി കുറേ ട്രാവൽ ചെയ്യുന്നുണ്ട്, ബുദ്ധിമുട്ടുന്നുണ്ട്, സംഗീതം പഠിക്കുന്നുണ്ട്, അത് ഒക്കെ ഉണ്ട്. പക്ഷെ വരുന്ന ലക്കൊക്കെ അത്യാവശ്യം നല്ല ലക്കാണ്. അതെനിക്ക് അതിന് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ. അത് അങ്ങനെ ഇന്ന ആളോട് പറയണമെന്നില്ല, പക്ഷെ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. അതായിട്ട് ബന്ധപ്പെട്ട എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഫാമിലിയും എൻ്റെ ജേർണിയിലുണ്ടായിരുന്ന ഓരോ ചെറിയ ആൾക്കാർ വരെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഈ ജീവിയുടെ അവിടെ എത്തണത് അതിൻ്റെ പിന്നിൽ ഒരുപാട് യാത്രകളുണ്ടാവും നമ്മൾ പോലും അറിയാണ്ട്, നമ്മുടെ ഒരുപാട് എഫേർട്ടുകളും നമ്മുടെ ബന്ധങ്ങളും എല്ലാം. അപ്പോൾ ആ രീതിയിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ലക്ക് ഉണ്ട് സത്യമായിട്ടുണ്ട്. കാരണം തമിഴ്നാട്ടിൽ ഒരുപാട് സിംഗേഴ്സ് ഉണ്ടല്ലോ, അവിടെ സിംഗേഴ്സ് ഇല്ലാണ്ടല്ല. അപ്പോൾ ആക്ച്വലി അവിടെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് ആൾക്കാരെ ഒരാളെ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവർക്ക് അത്രയും എങ്ങനെ പാടിയാലും ഒരു മലയാളി പാടുമ്പോൾ തമിഴ് പാടുന്ന പോലെ ആവില്ല. എന്നിട്ടും എനിക്ക് ആ പാട്ട് കിട്ടണമെങ്കിൽ അത് വീണ്ടും വീണ്ടും ഞാൻ പാടുന്നു, അത് കറക്റ്റ് ചെയ്ത് പാടുമ്പോൾ അവരതിന് വെയിറ്റ് ചെയ്ത് അവർ ലാസ്റ്റ് അത് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അതിലൊരു ഭാഗ്യം കൂടിയും കിടപ്പണം. അതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഭാഗ്യം എന്നുള്ള സാധനം. ഈ ഒരു ഞാൻ ലൈവായിട്ടുള്ള ഇതാണ് കുറച്ചുകൂടെ ഇഷ്ടം എന്ന് പറയുന്നത് കേട്ടു. അതുതന്നെ ഞാനിങ്ങനെ ആ പെർഫോമൻസ് ഞാൻ ഫോം വിളിച്ചിട്ട് ഇപ്പം ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറയുമ്പോഴും ഞാനിങ്ങനെ ഇൻ്റർവ്യൂ നമ്മൾ ഇന്നത്തേക്ക് ശരി ഓക്കെ ഇതിൻ്റെ പ്രതിക്കില്ല. അപ്പം ഞാൻ ആളിനി സംസാരിക്കില്ലേ വല്ലാണ്ട് ഞാൻ എന്താ ചെയ്യാൻ? നീ ഇൻട്രോവേർട്ടാണോ? ഞാൻ ഇങ്ങനെ കൂടുതൽ ആളോട് പറഞ്ഞു ഇൻട്രോവേർട്ടാന്ന് തോന്നുന്നു, സംസാരിക്കില്ലേ, ഇനി ഇൻ്റർവ്യൂവിലും ഭയങ്കര സീരിയസ് ആയിട്ടാണ് നിൽക്കണേ. എനിക്ക് അപ്പോൾ തോന്നിയൊരു സംശയമായിരുന്നു. ഈ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ഇതാക്കുന്ന സമയത്ത് നമുക്ക് ഓഡിയൻസിനെ
അവിടെ അവരൊരു എന്റർടൈൻ ചെയ്യിക്കുക, അവരെ കയ്യിലെടുക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണല്ലോ. അതെങ്ങനെയായി മാനേജ് ചെയ്യാൻ പറ്റണം? ഇങ്ങനെ കുറച്ച് മിതഭാഷിണിയാണ് ഞാൻ മൊത്തത്തിൽ അങ്ങനെയാണ്. സ്റ്റേജിൽ ഞാൻ ചെല്ലുന്നത് ആക്ച്വലി ആൾക്കാരെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ നമുക്കൊരു ഈ പറഞ്ഞ ഒരു അഡ്രിനൽ റഷ് എന്നൊക്കെ പറഞ്ഞ സാധനം വരും. സ്റ്റേജിൽ കയറി ആക്ച്വലി ഞാൻ വേറൊരു അതങ്ങനെ നമ്മളിങ്ങനെ ആക്ട് ചെയ്യണതല്ല, അതങ്ങനെ ആവും. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ നമ്മളത് ആൾക്കാരെ എന്റർടൈൻ ചെയ്യിക്കണം. അത് ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസ് ആയിക്കോട്ടെ, കോളേജ് ആയിക്കോട്ടെ, കോർപ്പറേറ്റ് ഓഡിയൻസ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, നമ്മളവിടെ എന്റർടൈൻ ചെയ്യിക്കാനാണ് ചെല്ലണേ. അപ്പം ഞാനത് ചെയ്യും. ബട്ട് ഞാൻ നോർമൽ സമയത്തൊക്കെ ഇങ്ങനെ ഒതുങ്ങി ഒക്കെ നിൽക്കുന്നതാണ്. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് എന്നൊന്നും എനിക്കറിയില്ല. അത് ഞാൻ അങ്ങനെ കുറച്ച് സ്ലോ ആണ് മൊത്തത്തില്. അല്ല, ഷിഖം ആക്ച്വലി ഭയങ്കര എന്റെ പോലെ അല്ല. എന്നാലും ആള് പക്ഷെ കുറച്ചുകൂടി ഭയങ്കര പ്ലസന്റ് ആണ്, ഭയങ്കര പ്ലസന്റബിൾ ആണ്. ഞാൻ പക്ഷെ അങ്ങനെയല്ല എന്ന് പറയണം. എൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഉള്ളിൽ ഭയങ്കര കൂളാണ് സത്യം. പക്ഷെ എൻ്റെ മുഖത്തും എൻ്റെ ഇതിലൊന്നും അങ്ങനെ വരില്ല എന്ന് പറയാറുണ്ട്. കുറച്ച് ദേഷ്യവും ഗൗരവവും ഇൻബിൽട്ട് ഉള്ളത്. അത് ആക്ച്വലി എനിക്ക് അങ്ങനെ എൻ്റെ മനസ്സിലില്ല. ഞാൻ വളരെ കൂളാണ് എപ്പോഴും. ഓരോ ആൾക്കാരെ പ്രസന്റ് ചെയ്യണതിൻ്റെ അല്ലേ, ഞാൻ അങ്ങനെ ശീലമായതുകൊണ്ടാണ്. ഞാനിങ്ങനെ വരുമ്പോൾ സീരിയസ് ആണല്ലോ, പിന്നെ ഇവിടെ ഇരുന്ന് കുറച്ച് സംസാരിച്ചപ്പോഴാണ് അല്ല ഓക്കെ കൂളാന്നുള്ള. ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ഒരു ഭയങ്കര ഹായ് അവരുടെ ഇല്ല. അത് ആക്ച്വലി വേണം. അത് കുറേയൊക്കെ എല്ലാവരുമായിട്ട് അങ്ങനെ ഒരു ചിരി പരിപാടി. ഞാൻ ആലോചിക്കുമ്പോൾ ചിരിക്കും, പിന്നെ മറന്നു. ഇങ്ങനെയാണ് ഞാനല്ലേ. അതല്ല, ഞാനിങ്ങനെ ആലോചിക്കും ആൾക്കാരെ നമ്മൾ ചിരിക്കണം, അപ്പം ഞാൻ ചിരിക്കും, പിന്നെ കുറച്ച് ഞാൻ മറന്നു. അപ്പം എൻ്റെ മുഖം ആക്ച്വലി ഒരു ദേഷ്യം വരും എന്നാണ് എല്ലാവരും പറയാറ്. അതൊക്കെ ഞാൻ ഇടണമെന്നല്ല, അത് നമുക്കൊന്നും ചെയ്യാനില്ല. ഈ സിനിമ നമുക്കിപ്പോൾ ഇന്നത്തെ ഒരു കാലത്ത് അല്ല, കുറച്ച് കാലം നമ്മൾ നമുക്കൊരു ഡാൻസ് കളിക്കുന്ന ആൾക്കാരും എഴുതുന്ന ആൾക്കാരും എല്ലാം ഫസ്റ്റ് തോട്ടിൽ വരുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പാടുന്നതാണ് സിനിമ എന്ന് പറയുന്നത്. നിങ്ങൾ സിനിമ എന്ന് പറയുന്ന ഒരു സംഭവം കയ്യിൽ വന്നിട്ടും കൂടുതലും അത്രയും ആ ഒരു ടൈമിൽ നിങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്ന് പറയുന്നത് അത്രയും ആളുകൾ അക്സെപ്റ്റൻസ് ഇല്ലാത്തൊരു ടൈം. ആ ഒരു ടൈമിലേക്ക് അത് ചൂസ് ചെയ്യുമ്പോൾ കുറേ ചലഞ്ചസ് ഉണ്ടാവും. അങ്ങനെ ഒരു ഇപ്പുറത്തെ ഒരു പ്ലേ ബാക്ക് സിംഗർ എന്നുള്ള സംഭവത്തിൽ നിൽക്കുമ്പോഴും ഇങ്ങനത്തെ ഒരു സാധനം ചൂസ് ചെയ്യാം എന്ന് വിചാരിക്കാനുള്ള ഒരു റീസൺ ഉണ്ടാവില്ലേ? അത് റീസൺ ആക്ച്വലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൽ. മ്യൂസിക് സിനിമയിലും ഏതായാലും മ്യൂസിക്കാണ്. പക്ഷെ ഞാൻ തിരഞ്ഞെടുക്കുന്ന ഇൻഡി പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യാനുള്ളൊരു ഫ്രീഡം ഉണ്ട്. എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ആർട്ടിനെ എനിക്ക് എങ്ങനെ വേണം എക്സ്പ്രസ് ചെയ്യാം. എനിക്ക് എന്ത് ജോണേഴ്സ് ട്രൈ ചെയ്യാം. എനിക്ക് പാടാം, വേറെ ആളുകൾ പഠിക്കാം. അതൊന്നും ഒരു വിഷയമല്ല. എന്ത് പാട്ടും അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നതാണോ അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കമേഴ്ഷ്യൽ ട്രാക്കാണോ, അതൊരു ഗസലാണോ, എന്ത് കവാലിയാണോ, എന്ത് വേണമെങ്കിലും എനിക്ക് അതിൽ ചെയ്യാം. കാരണം അതിൻ്റെ മുകളിൽ വേറെ ആരുമില്ല, ഡെഡ് ലൈൻ ഇല്ല. അപ്പം എനിക്ക് കുറച്ചും കൂടിയും എനിക്ക് ഫ്രീ ആയിട്ടൊരു വളരെ സീരിയസ് ആയിട്ട് എനിക്ക് ഓരോ ട്രാക്കുകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. സിനിമയിൽ എനിക്ക് അത്രയും പറ്റുമോ എന്നുള്ളത് അറിയില്ല. കാരണം സിനിമ ആക്ച്വലി സിനിമയ്ക്ക് വേണ്ടിയാണ് നമ്മൾ മ്യൂസിക് ചെയ്യുന്നത്. അതിലെ സിറ്റുവേഷന് വേണ്ടിയായിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഒരു വലിയൊരു ഐഡിയ ഉണ്ടെന്ന് വിചാരിക്കാം. അതെനിക്ക് ചിലപ്പോൾ കുറേ നാൾ സിനിമയിൽ ഇരുന്നാലും ചിലപ്പോൾ എനിക്ക് അതിലൂടെ ഡെലിവറി ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ബട്ട് സിനിമയാണ് എനിക്ക് ബ്രേക്ക് തന്നതും. സിനിമയിലൂടെ നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു റീച്ചൊക്കെ ഭയങ്കര വലുതാണ്. അതൊന്നും ഞാൻ വിസ്മരിക്കുന്നില്ല. അതൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ റീച്ചും അതിൽ നിന്ന് കിട്ടുന്ന ആൾക്കാർ റെക്കഗ്നേഷനൊക്കെ ഭയങ്കര വലുതാണ്. അതൊക്കെ നമുക്ക് ഇഷ്ടമാണ്. അതൊക്കെ സുഖമുള്ള കാര്യമൊക്കെ തന്നെയാണ്. അത് ഞാൻ വേണ്ടെന്ന് സിനിമ ഞാൻ ചെയ്യില്ലെന്നൊന്നുമില്ല. എന്നാലും ഞാൻ കൂടുതൽ ഇതിൻ്റെ പിന്നാലെയാണ് പോണത്. കാരണം ഇപ്പം എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്നൊരു ടൈമാണ്, ചെറുപ്പമാണ്. കുറേ ഓടാനും ഈ പറഞ്ഞിട്ട് തന്നെ പല കാര്യങ്ങളും ട്രൈ ചെയ്യാൻ, എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്കിത് പറ്റില്ലായിരിക്കും. കുറച്ചും കൂടി അത് മൊത്തം നമ്മുടെ മെൻ്റലെല്ലാം ചിലപ്പോൾ നമ്മൾ കുറച്ച് ഏജ് ആവും തോറും അത് സംഭവിക്കുമല്ലോ. അപ്പോൾ ചിലപ്പോൾ എനിക്ക് വീണ്ടും ഫാമിലിയൊക്കെ വലുതായി പരിപാടിയൊക്കെ ആകുമ്പോഴേക്കും പിന്നെ ഞാൻ ചിലപ്പോൾ സിനിമയിലൊക്കെ, പിന്നെ ആക്ച്വലി ഒരു സിനിമ നമ്മൾ കമ്മിറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് ഇതിലേക്ക് പോകാൻ പറ്റില്ല. എൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഞാൻ എന്തെങ്കിലും ഒരു സാധനം കമ്മിറ്റായി പിന്നെ അതിൽ ഫുള്ള് 100% ഫോക്കസ് ആയിരിക്കും. ഒരു ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പാരലി വേറെ ട്രാക്ക് ഞാൻ ചെയ്യില്ല. സിനിമയാകുമ്പോൾ അത് ചെയ്യേണ്ടി വരും. ചെയ്യാറിയാണ്ടല്ല, ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു സമയത്ത് ഒരു സാധനത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ എനിക്കിത് ഭയങ്കര അടിപൊളിയായിട്ട് പോളിഷ് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ എനിക്കത് പറ്റും. സിനിമ ആകുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു 4 ട്രാക്ക് 5 ട്രാക്കും പിന്നെ എൻ്റെ സ്കോർ എല്ലാം ഒരേ പാരലലി വർക്ക് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു ട്രാക്ക് ഞാൻ അവിടെ ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു, അവിടെ നിന്നിട്ട് ഞാൻ അപ്പുറത്ത് മറ്റേ ട്രാക്കിൻ്റെ വേറൊരു പരിപാടി ചെയ്യുന്നു, മിക്സ് ചെയ്യുന്നു. അപ്പോൾ അത് മോശമൊന്നുമല്ല. സിനിമ വലിയൊരു ബിസിനസ്സാണ്. അത് വളരെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയൊരു പ്ലാറ്റ്ഫോമാണ്. നമ്മൾ പെട്ടെന്ന് ഉയരാനും
ലൈഫൊക്കെ ഭയങ്കര അടിപൊളിയാക്കാനും പറ്റുന്ന സാധനമാണ് ഞാൻ. പക്ഷേ ഇതിൽ കുറച്ച് ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകുന്നു. സിനിമ എന്തായാലും ചെയ്യും. പിന്നെ കുറേ ഫ്രണ്ട്സൊക്കെ കുറേ പരിപാടികളൊക്കെ ഓണാക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഓഫ് കോഴ്സ് ഞാനത് ചെയ്യും, ഇല്ലാണ്ടൊന്നുമില്ല. അതുപോലെ ഇൻഡിപെൻഡന്റ് മ്യൂസിക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ കാവ്യാജിത്ത് ഒരു ഇന്റർവ്യൂവിൽ അവർക്ക് പറയുന്നതാണ് ആളുകളിലേക്ക് ആ സംഭവം എത്തുന്നില്ല എന്നുള്ള ഒരു. ഞാൻ വേറൊരു ഇന്റർവ്യൂവിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ഞാൻ പറയുന്ന നമ്മൾ ചെയ്യുന്ന ഒരു സാധനം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് അത് എത്തിക്കണം. സിനിമയിൽ അത് എത്തിക്കാൻ പറ്റും, കാരണം അതിന് വലിയൊരു ഫേസ് ഉണ്ടാവും, ഒരു നടൻ ഉണ്ടാവും, ഒരു ബിസിനസ്, അവർ ഇത്ര ലക്ഷം അതിന് വേണ്ടി. അപ്പോൾ അത് ആൾക്കാരിലേക്ക് എത്തും, ചെറിയ ചെറിയ ആൾക്കാരിലേക്ക്, നാട്ടിൻപുറങ്ങളിലേക്ക് വരെ. അത് ടി വിയിലൂടെയും റേഡിയോയിലൂടെയും യൂട്യൂബിലൂടെയും എല്ലാ രീതിയിലും പ്രൊമോഷൻ, എല്ലാത്തിലും കൂടി ഓഡിയോ ലോഞ്ച്, എല്ലാത്തിലും കൂടി ഈ സാധനം എത്തും. ഒരു പാട്ട് ഹിറ്റാക്കാൻ പറ്റുന്നല്ല, അതിൽ കോണ്ടന്റ് നല്ലതാണെങ്കിൽ അത് സസ്റ്റെയിൻ ചെയ്യും, അല്ലെങ്കിൽ ആൾക്കാർക്ക് എത്തിക്കാൻ പറ്റും. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് ഭയങ്കര പണിയാണ്. കാരണം ഇപ്പം ഞാനൊരു ഗസൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊരു കർണാട്ടിക് മ്യൂസിക് ചെയ്യുമ്പോൾ, അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്കും കൂടി അത് എത്തിക്കണം. അതിൻ്റെ ഒരു പരിമിതി ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിലുണ്ട്. അപ്പം അതിന് കുറേ കാര്യങ്ങളുണ്ട്. അതിങ്ങനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നു. പക്ഷെ അത് ഇൻഡിപെൻഡൻറ്റ് ഭയങ്കര ട്രിപ്പാണ്. ആ ഒരു മേഖല അടിപൊളിയാണ്. അതിൽ വൺ ടൈം നമ്മൾ വർക്കായി കഴിഞ്ഞാൽ അത് അടിപൊളിയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഭയങ്കര കൂളായിരിക്കും. പക്ഷെ ഇപ്പൊ ലിസണേഴ്സിനും അതില് ഇപ്പൊ നമ്മുടെ ഓഡിയൻസിനും അത് ഭയങ്കര ചേഞ്ച് ആയിട്ടുണ്ടല്ലോ. എനിക്ക് ജനറേഷൻ വൈസ് നമ്മൾക്ക് ഇപ്പോൾ ആൾക്കാരിൽ തന്നെ മ്യൂസിക്കിന്റെ ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളാണെങ്കിൽ ഒരു സമയത്ത് ഇന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ജോണർ മാറ്റി പിടിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ മെലഡി, ഞാൻ പണ്ടൊക്കെ ഭയങ്കര ഫാസ്റ്റ് നമ്പർ കേട്ടുന്നത്, കുറച്ച് മെലഡിക്ക് വരും. അങ്ങനത്തെ സംഭവം ആളുകൾ അങ്ങനെയായിരിക്കും. അത്രയ്ക്ക് പ്രായമായില്ല, എന്നാലും അങ്ങനെ വരുമല്ലോ. അപ്പൊ ഇങ്ങനെ മ്യൂസിക്കിന് എപ്പോഴും ഓഡിയൻസ് ഉണ്ട്. ആ ഒരു ഇതില് ഇപ്പോ സ്പോട്ടിഫൈ, ആപ്പിൾ മ്യൂസിക്, ഇങ്ങനെ അങ്ങനത്തെ സംഭവങ്ങളോട് വരുമ്പോൾ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് തോന്നിയില്ലേ ആളുകൾ. സിനിമ വൈസ് അല്ലാണ്ട് തന്നെ മ്യൂസിക് പാട്ടിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ കുറെ ഓഡിയൻസ്. ഇതിന്റെ ഉദാഹരണം, ആദ്യം ആൾക്കാർ പാട്ട് കേട്ടിട്ടുണ്ടെന്നത് റേഡിയോ അല്ലെങ്കിൽ ടി വി. ഈ രണ്ടിലും ഒരു 99% വന്നുകൊണ്ടിരുന്നത് സിനിമ പാട്ടാണ്. പിന്നെ ഇടയ്ക്കൊക്കെയാണ് ഈ ഡ്യൂ ഡ്രോപ്സ് എന്നൊക്കെ പറഞ്ഞ കുറച്ച്, അതൊക്കെ വളരെ കുറച്ചുള്ളൂ. പെർസെൻറ്റേജ് നോക്കുമ്പോൾ ഒരു 1% പോലും ഇല്ല. ബാക്കി മൊത്തം ഫിലിം. റേഡിയോയിൽ ഈ അടുത്താണ് ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഒക്കെ വന്നു തുടങ്ങിയത്. മൊത്തം ഫിലിം സോങ്സാണ്, നമ്മൾ കേൾക്കുമ്പോൾ എല്ലാം ഫിലിം സോങ്സാണ്. പക്ഷേ ഈ സ്പോട്ടിഫൈ, ആപ്പിൾ മ്യൂസിക്, നമ്മൾ ഇൻസ്റ്റാ മ്യൂസിക് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഇല്ല. അവിടെ എല്ലാ മ്യൂസിക്കും ഒരേപോലെയാണ്, എല്ലാവർക്കും ഒരേ റെക്കഗ്നേഷനാണ് കിട്ടുന്നത്. പാട്ട് നല്ലതാണെന്ന് മാത്രമേ ഇപ്പോഴത്തെ പിള്ളേർ നോക്കുന്നുള്ളൂ. ഇപ്പം ആക്ച്വലി ഹിപ്പ് ഹോപ്പ് ആണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് നിൽക്കുന്നത്. ഹിപ്പ് ഹോപ്പ് ആ ഒരു ജോണർ ഈ ഇപ്പം സൗത്ത് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഇൻഡസ്ട്രിക്ക് ഭയങ്കര പുഷ് കൊടുത്തിട്ടുണ്ട്. അത് വേൾഡിൽ തന്നെ ഭയങ്കര ലിസണേഴ്സ് ഉള്ളത്. അപ്പം പിള്ളേർക്ക് ഇപ്പോൾ സിനിമ പാട്ട് കേൾക്കണം അങ്ങനെയൊന്നും ഇല്ല. അവർക്ക് നല്ല അവർക്ക് ഇഷ്ടപ്പെടുന്ന അതുമായി അവർക്ക് വൈബ് ചെയ്യാൻ പറ്റുന്ന എന്ത് പാട്ടായിക്കോട്ടെ, അതൊരു സിനിമയിലായിക്കോട്ടെ, അല്ലാണ്ടായിക്കോട്ടെ, വീട്ടിലിരുന്ന് ചെയ്തായിക്കോട്ടെ, വെറുതെ ഇരുന്ന് പാടുന്നതായിക്കോട്ടെ, എന്താണ് അവർ പാട്ട്, അവർക്കത് വിഷയമല്ല. അപ്പം അത് ഭയങ്കര ഗുണം ചെയ്യുന്നുണ്ട്. സിനിമ പാട്ട് തന്നെ കേൾക്കുള്ളൂ എന്നുള്ളൊരു സാധനം. മറ്റേത് അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു, പ്രൈമറി അതാണ്. മറ്റേതൊരു ആൽബം, അത് സിനിമ ഇല്ലല്ലേ. ഇപ്പം നമ്മൾ തന്നെ ആ പൂമരത്തിന് ശേഷം സിനിമയിൽ പിന്നെ പാടിയില്ലേ എന്നുള്ളൊരു സാധനം. ആക്ച്വലി അത് സിനിമയിൽ പാടുമ്പോഴാണ് ഒരു പാട്ടുകാരനാവുന്നത്. അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ അതിനേക്കാളും അടിയിലാണ് നിൽക്കുന്നത്. എന്ന് സിനിമയിൽ പാടുന്ന അന്നാണ് നീ ഒരു പാട്ടുകാരനാവണേ എന്നുള്ള സംഭവം പണ്ടുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറി. അതുകൊണ്ട് അതൊരു കുറേ ഗുണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വീണ്ടും ഇതിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു സ്കോപ്പ് എവിടേക്കോ ഇങ്ങനെ ഇപ്പോഴും ഉണ്ട്, കുറേയൊക്കെ തുറന്നു കിട്ടുന്നുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതിൽ. ഉണ്ട് കുറേയൊക്കെ ഉണ്ട്, കുറേ ആൾക്കാരുണ്ട് കേൾക്കാൻ. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു സാധനം കേൾക്കാൻ ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. പണ്ട് വളരെ കുറവായിരുന്നു, ഒരുപാട് ആളുകൾ കൂടുന്നുണ്ട്. പിന്നെ ബിസിനസ് ഉണ്ട്. ഓക്കെ, ഇപ്പം മ്യൂസിക് ഡയറക്ടർ ആണ്, ഒപ്പം സിംഗർ ആണ്. ഇതിൽ രണ്ടും കൂടെ കൊണ്ടുപോകുമ്പോൾ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഇതിൽ ഏത് ചെയ്യാനായിരിക്കും കൂടുതൽ? ഞാൻ കൊണ്ടുപോകുന്നത് കമ്പോസർ മാത്രമാണ്. സിംഗിങ് ഞാൻ അങ്ങനെ കൂടെ കൊണ്ടുനടക്കണമെന്നില്ല. സൗണ്ട് കിട്ടിയിട്ട് ഇല്ല, ഞാൻ പാടുന്നുണ്ട്. ഞാനൊരു പ്ലേ ബാക്ക് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് വരുന്നത് നന്നായിട്ട് ഡെലിവറി ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. രണ്ടിലും ഇപ്പോൾ കമ്പോസ് ചെയ്യുന്നതായാലും ഇപ്പോൾ പാടുന്നതായാലും ഇപ്പോൾ ഡിഫറെൻറ്റ് ജോണറിലുള്ള സോങ് പാടാൻ ഇഷ്ടമുള്ള ആളാണോ? കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ അതിൽ പുതിയ പരീക്ഷണങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്? എനിക്ക് എക്സ്പെരിമെൻ്റൽ പരിപാടി വെച്ചാൽ എൻ്റെ ഒരു ഇഷ്ടപ്പെടുന്നൊരു സൗണ്ടിങ് ഉണ്ടാവും. ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊരു മിഡിൽ ഈസ്റ്റ് അങ്ങനത്തെ ഒരു ഫോക്ക് അങ്ങനത്തെ അതാണ് എൻ്റെ സൗണ്ട്. ആ ഫ്ലേവർ കൊടുത്തുകൊണ്ട് എനിക്ക് പല ജോണേഴ്സ് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. ഇപ്പം ഞാൻ പറയും, ഇന്ന് എൻ്റെ ട്രാക്ക് ആക്കുന്നത് മെഹർ എന്ന് പറഞ്ഞിട്ട്. അതിൽ ആക്ച്വലി റാപ്പർ ഗബ്രി ഫീച്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആക്ച്വലി മലയാളം പക്ക ഹിപ്പ് ഹോപ്പ് റാപ്പാണ്.
അപ്പോൾ അതിലും ഞാൻ എൻ്റെ ഫ്ലേവർ എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും, ആക്ച്വലി ബ്ലെൻഡ് ചെയ്തിട്ടൊരു പരിപാടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എനിക്കറിയുന്ന ഒരു സാധനം തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നേക്കാൾ പല വേൾഡ് മ്യൂസിക്കിലായാലും പല ജോണേഴ്സ് നമ്മളത് കേട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു അത് എക്സ്പ്ലോർ ചെയ്ത് അതിൽ നമ്മുടെ ഫ്ലേവർ കൂടി ആഡ് ചെയ്യുമ്പോൾ ഒരു പുതിയൊരു സംഭവം എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഓൾറെഡി ഉള്ളൊരു ജോണർ പിന്നെ നമുക്കറിയുന്നൊരു ജോണർ, ഇത് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് കമ്പോസിങ്ങിൽ ഞാൻ ആലോചിക്കും. അപ്പോൾ ചിലപ്പോൾ ചിലവർ കേൾപ്പിക്കും, ഈ ഐഡിയ ചിലവരോട് പറയും, ചിലപ്പോൾ നമ്മൾ സ്ക്രാച്ച് ഉണ്ടാക്കി രണ്ടു മൂന്നേരം കേൾപ്പിക്കും. അപ്പോൾ ഒരു ചിലവർ പറയും ഇത് കൊള്ളാമെന്ന് പറയും. അപ്പോൾ നമുക്കതിലൊരു സംഭവം കിട്ടും. പിന്നെ അതിൽ വർക്ക് ചെയ്ത് ഞാനൊരു പുതിയ പരിപാടി, പുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടുപിടിക്കില്ല, നമുക്ക് പറ്റുന്നൊരു പരിപാടി ചെയ്യാൻ അങ്ങനെ ശ്രമിക്കാറുണ്ട്. അത് ഞാൻ ആക്ച്വലി ചെയ്യാറുണ്ട്. അതിൽ ഇന്ന ജോണറൊന്നും ഞാൻ ഫിക്സ് ചെയ്യാറില്ല. ആക്ച്വലി ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം ഹിപ്പ് ഹോപ്പ് ട്രൈ ചെയ്യണം. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അടുത്ത വേറെ എന്തെങ്കിലും ഒരു പരിപാടി ഇങ്ങനെ പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറങ്ങില്ല, പിന്നെ നിങ്ങൾ അന്ന് അപ്പം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഇങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒപ്പീനിയൻ എടുക്കുന്ന ആളാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ സംഭവത്തിൽ കേൾപ്പിച്ചു കൊടുത്തിട്ട് അത് ഞാൻ ചെയ്യാറുണ്ട്. അത് അതിനും ഫിക്സഡായിട്ട് ആൾക്കാരൊന്നുമില്ല. ഓരോ പാട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നും ആക്ച്വലി നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആവണമെന്ന് ഇല്ല. ഞാൻ വിചാരിക്കുന്നത് ഞാൻ അപ്ഡേറ്റഡ് ആവേണ്ടെന്നാണ്. പക്ഷെ ചിലപ്പോൾ നമ്മൾ അങ്ങനെ എവിടെയെങ്കിലൊക്കെ ഏതെങ്കിലും ഒരു മൊമെൻറ്റിലൊക്കെ ചിലപ്പോൾ നമ്മൾ കുറച്ച് ആ ഒരു പരിപാടിയിലേക്ക് പോകും. അപ്പം അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ചില പിള്ളേരൊക്കെ കേൾപ്പിക്കും. ചിലപ്പോൾ പിള്ളേരെന്ന് വെച്ചാൽ എൻ്റെ കസിൻസ് അവരൊക്കെ ഞാൻ ഇത് എങ്ങനെയുണ്ടെന്ന് കേൾക്കും. അപ്പം അവരുടെ ട്രെൻഡിങ് അല്ലെങ്കിൽ അവരുടെ പ്രായത്തിലുള്ള മ്യൂസിക് അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഞാൻ ചിലപ്പോൾ എനിക്ക് ചില പാട്ടുകൾ ഞാൻ ചിലവരെ കേൾപ്പിക്കും. അല്ല എല്ലാ പാട്ടും എന്നെ കുറച്ച് ആൾക്കാരെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. ഓഫ്കോഴ്സ് എൻ്റെ ഒരു 2-3 സർക്കിൾ ആൾക്കാരുണ്ട്, അവരെ ഞാൻ എപ്പോഴും കേൾപ്പിക്കും. അവരെ ഞാൻ ഫസ്റ്റിന് കേൾക്കും. അത് ഇത് നല്ലതാണോ എന്ന് അറിയാനല്ല, ഇത് എന്താണ് നിങ്ങൾക്ക് തോന്നണേന്ന് ഞാൻ ചോദിക്കും. ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് ഞാൻ ചോദിക്കാറില്ല. അത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് എത്തില്ല. അതിൽ പലർക്കും പല അഭിപ്രായം. നമ്മളത് ആലോചിച്ച് നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും. ഇതെന്താണ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നണമെന്ന് ചോദിച്ചു. അപ്പോൾ ചില അവർ ഇത് എനിക്ക് ഇങ്ങനെ തോന്നാമെന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ ഞാനത് ആലോചിക്കും. അപ്പോൾ ലാസ്റ്റ് എനിക്കൊരു ഐഡിയ കിട്ടും, ഇതിങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, അവരുണ്ടാവുക. കുറേയൊക്കെ ശരിയാവും, പിന്നെ ചിലതൊന്നും ശരിയാവില്ല.